നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം ആശുപത്രി ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ചോദ്യവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ വക്കം മാർക്കറ്റ് ജംഗ്ഷനിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ നിയമസഭയിലേക്ക് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമേത്? ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് മണ്ഡലം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ മണ്ഡലം. കേരളത്തിൽ നിയമസഭയിലേക്ക് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമേത്? പൊന്നാനി. ഏത് മണ്ഡലമാണ്? അറിയാം. അവരെയൊന്നും പിടിക്കുന്നില്ല. അറിഞ്ഞൂടാളെ, ഇതൊക്കെ പണ്ട് നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് പണ്ടേ നടന്നിട്ടുണ്ട്. ഏതാണെന്ന് അറിഞ്ഞൂടാ. ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് വർക്കല നടക്കുന്ന ഇപ്പൊ ജോയി ആദ്യമായി നടക്കുന്ന മണ്ഡലം അറിയാൻ വയ്യാളെ. വർക്കല ഇപ്പൊ ജോയി ജയിക്കുമ്പോൾ അവിടെ MLA സ്ഥാനം വഴി അപ്പൊ അവിടെ ഒരു പാലച്ചിറയെന്ന് വർക്കല ഉപതെരഞ്ഞെടുപ്പ് നടക്കൂലെന്നല്ലേ നീ പാലച്ചിറയെന്ന് പറഞ്ഞു? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പറയാൻ പറ്റുമോ? തോനെ ഉണ്ട്. അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? പിന്നെ എന്ത് തിരിച്ചു വന്നെങ്കിൽ വിട്ടു വയ്ക്കൂടാ? ചോദിച്ചാൽ എങ്ങനെ അറിയാമോ? അറിയില്ല. ഓ പറയാം. എവിടെ? ചങ്ങനാശ്ശേരി പുതുപ്പള്ളിയാ? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം പുതുപ്പള്ളിയല്ല. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമേത്? തിരുവനന്തപുരം. നഹി. ഏതാണ്? കൊല്ലമല്ല. അപ്പോൾ കൊല്ലമല്ല, തിരുവനന്തപുരമല്ല, ചടയമംഗലമല്ല, പുതുപ്പള്ളിയുമല്ല, മറ്റൊരു മണ്ഡലമാണ്. മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. വക്കം ആശുപത്രി ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സോണി വീൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത്? നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ആദ്യമായി. കമ്മ്യൂണിസ്റ്റുകാരടുത്ത് ചോദിക്കും, അവരൊക്കെ അറിയാം. സത്യം എന്റെ ചോദിച്ചിട്ട് അറിയില്ല. പഠിച്ചിട്ടൊന്നും ഇതുവരെ മനസ്സിലായില്ല ഞങ്ങൾക്ക്. ആദ്യമായിട്ട് അറിയില്ല. കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമേത്? നിയമസഭയിലേക്ക് ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം അറിയാമോ? കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമേത്? നിയമസഭയിൽ ഒന്ന് പറയാം. ആറ്റിങ്ങൽ 1958 ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് നമ്മൾ ചോദിക്കുന്നത്. 58 അറിയില്ല. എനിക്കറിയത്തില്ല. അറിയത്തില്ല. ദേവികുളം അല്ലേ? ഉറപ്പാണ്? റോസമ്മ പുന്നൂസ്. യെസ്. 1958 റോസമ്മ പുന്നൂസ് ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിച്ച മണ്ഡലമാണ്. അന്നത് ആദ്യം 57 ദ്വയാംഗ മണ്ഡലമായിരുന്നു. അതിൻ്റെ കേസും ബഹളമൊക്കെ ആയിട്ട് രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ 1958 കേരളത്തിൽ ആദ്യമായി നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CPIയുടെ സ്ഥാനാർത്ഥിയായ റോസമ്മ പുന്നൂസാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ പേരെന്താണ്? ചെറുനിയൂർ ബാബു.
പന്നിയൂർ നാടക കല അതെ നാടക സീരിയൽ. നാടക സീരിയൽ കലാകാരൻ, വലിയൊരു കലാകാരൻ തന്നെയാണ്. അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ഞങ്ങൾ ഈ സമ്മാനം നൽകിയത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരിയോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി, കേരളം. കോസ്റ്റ്യൂം പാർട്ണർ RK ഫാബ്രിക്സ് ആൻഡ് വെഡിങ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, വർക്കല റോഡ്, കല്ലമ്പലം.